ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇതിനകത്തൊരു ഓൾജിബ്രൈക് ഫോം നമുക്ക് പഠിക്കാനുണ്ട്. ഇടയ്ക്ക് ചില കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണ്. സോ ഓൾജിബ്രൈക് ഫോം നമുക്കറിയാം nth ടേം കാണാനാണ്, അല്ലെങ്കിൽ എണ്ണാം പദം കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പം xn എന്ന് പറയുന്നത് എന്താണ്? f plus n minus 1 into d. നിങ്ങൾ എല്ലാവരോടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. xn is equal to f plus n minus 1 into d. നമുക്കറിയാം f എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആണ്, n എന്ന് പറയുന്നത് നമ്മുടെ nth ടേം ആണ്. ഓക്കെ, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലേ, പൊതു വ്യത്യാസമാണ്. ഓക്കെ, അതിനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഉണ്ടാവും? xn is equal to dn plus f minus d എന്നുള്ള ഒരു ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് എന്ത് ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സാധാരണ കാണുന്നത് ഇങ്ങനെയാണ് അല്ലേ. ഫൈൻഡ് ദ 10th ടേം 3n+1 അല്ലേ. ഈ ഒരു 3n+1ന്റെ 10th ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? യെസ്, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്താണ്? xn is equal to 3n+1 എന്നുള്ള ഫോർമുല അല്ലേ. അതായത് എന്നാമത്തെ പദം അല്ലെങ്കിൽ nth ടേം ആണ് എന്ത്? 3n+1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10th ടേം എന്തായിരിക്കും? സോ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, x1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ 3 × 1 + 1. ഓക്കെ, അപ്പോൾ എന്ത് വരും? 3 + 1 4 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. x2 കാണാം. x2 കാണാനാണെങ്കിൽ സിമ്പിൾ അല്ലേ, എന്ത് ചെയ്യുക? യെസ്, നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക അല്ലേ. അപ്പം 3 × 2 + 1 ആണ്. സോ 6 + 1 എന്നുണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആണ്. അങ്ങനെയാണെങ്കിൽ 10th ടേം കാണുന്നത് എങ്ങനെയാ? യെസ്, x10 എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്നിൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. സോ 3 × 10 + 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 30 + 1 എന്നുണ്ടാവും. അതായത് എത്രയാണ്? 31 ആയിരിക്കും ആൻസർ ആയിട്ട് വരാം. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്നിൻ്റെ കൂടെയുള്ള ആൾ അല്ലേ, എന്നിൻ്റെ കൂടെയുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ നിങ്ങൾ നോക്കി. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് 10th ടേം ആണ് ചോദിച്ചത്. അപ്പോൾ 10th ടേം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 10 എന്ന് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താം. ഓക്കെ, അപ്പോൾ എന്താ ഈ ഒരു ഓൾജിബ്രൈക് ഫോം കാണുമ്പോൾ, ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഓൾജിബ്രൈക് ഫോം ആണ്. അത് കാണുമ്പോൾ അതിനകത്ത് നിന്ന് ഈസി ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് കാണുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയായിരിക്കും? 3n+1 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചു. നമ്മൾ ഫസ്റ്റ് ടേം 4 ആയിട്ട് കണ്ടുപിടിച്ചു, സെക്കൻഡ് ടേം നമ്മൾ 7 ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത ടേം എന്തായിരിക്കും? യെസ്, 4 7 ആണ്, 3 ആണ് അപ്പോൾ കോമൺ ഡിഫറൻസ് വരുന്നത് അല്ലേ. 7 - 4 ആണ്, അപ്പോൾ 3 ആണ് കോമൺ ഡിഫറൻസ് വരിക. ഡി എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ആരാണ്? 10 ആയിരിക്കും. പിന്നെ ആര് വരും? 13 വരും. അങ്ങനെയാണ് ഈ സീക്വൻസ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് കോമൺ ഡിഫറൻസും അതുപോലെ തന്നെ ഫസ്റ്റ് ടേമും കാണാൻ പറ്റുക എന്നുള്ളത് നോക്കിയാലോ? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഈ എന്നിൻ്റെ കൂടെയുള്ള ആൾ നിങ്ങൾ കണ്ടോ? ആരാണ് ഇവിടെ എന്നിൻ്റെ കൂടെയുള്ളത്? യെസ്, നമ്മുടെ 3 ആണ്. സോ 3 ആയിരിക്കും എന്ത്? നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്നിൻ്റെ കൂടെയുള്ള ആ ഒരാൾ അല്ലേ, എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എപ്പോഴും എന്തായിട്ട് വരിക? കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരായിരിക്കും? ഒന്ന് നോക്കിയേ, ഈ 3ഉം 1ഉം അല്ലേ. 3യുടെയും 1ൻ്റെയും സം എടുക്കുക. അതാണ് എന്ത്? നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം ആരാണ്? ഇവർ രണ്ടുപേരുടെയും സം ആയിരിക്കും അല്ലേ. അത് എത്രയാണ്? 4 ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം ഇവിടെ 10th ടേം കാണാനാണ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഫോമാറ്റ് ആണ് അല്ലേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ആ ഒരാൾ. 3n+1 എന്നുള്ളതായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. xn is equal to 3n+1 എന്നാണ് അല്ലേ. അത് ഏത് ഫോമിലാണ്? an+b എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അപ്പം an+b എന്നുള്ള ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എന്നിൻ്റെ കൂടെയുള്ള ആളാണ് കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഇവിടെ എന്നിൻ്റെ കൂടെ ആരാണ്? a ആണ്. സോ a ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം ആരായിരിക്കും? യെസ്, a+b ആയിരിക്കും. സോ ഇവിടെ ഫസ്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ 3+1 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയാണ്? 3 + 1 4 ആണ്. ആൻഡ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എന്നിൻ്റെ കൂടെ 3 ആണ്. സോ 3 ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. എന്താണ്? ഫൈൻഡ് ദ 11th ടേം. സോ 11th ടേം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 11th ടേം കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ് അല്ലേ. എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 11 കൊടുക്കുക. സോ -2 × 11 + 5 എന്ന് വരും. സോ -22 + 5 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് -17 ആയിരിക്കും. അപ്പോൾ 11th ടേം എന്ന് പറയുന്നത് -17 ആണ്. സോ ദിസ് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്?
എന്താണ് കോമൺ ഡിഫറൻസ്? യെസ്, നമ്മുടെ ഡി അല്ലെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്നിന്റെ കൂടെയുള്ള ആളാണ് അല്ലെ. അപ്പോൾ എന്നിന്റെ കൂടെ ഇവിടെ നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്? യെസ്, -2 ആണ്. സോ -2 ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും? എങ്ങനെയാ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? സിമ്പിൾ അല്ലേ? യെസ്, ഇവരുടെ രണ്ടുപേരുടെയും സമ്മാണ് അല്ലേ. ഈ -2ന്റെയും 5ന്റെയും സമ്മാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട്. സോ -2 + 5 ആണ്. അത് എത്രയാണ് വരിക? -2 + 5 യെസ് 3 ആണ്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാലോ. ഇനി ഇതാ നേരെ നിങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്. ഇതേപോലൊരു സീക്വൻസ് തന്നു അല്ലെ, ഫൈൻഡ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഇതേപോലൊരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആൾജിബ്രായിക് ഫോം എഴുതാം? അതിന് വേണ്ടിയിട്ട് ഐഡിയ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞ് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? യെസ്, xn = dn + f - d. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കറിയാം d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ്, f ഫസ്റ്റ് ടേം ആണ് അല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു സീക്വൻസിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 6ഉം 4ഉം തമ്മിലുള്ള 10ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, അത് എത്രയാണ്? 4 ആണ്. ഇനി ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഫസ്റ്റിൽ കാണുന്ന ആളല്ലേ, അതാരാണ്? യെസ്, 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആൾജിബ്രായിക് ഫോം എഴുതി നോക്കിയാലോ അല്ലേ. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഫോമിലേക്ക് നമ്മൾ ആക്കുകയാണ് അല്ലേ. സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പം xn = നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. സോ 4n+, ഇനി ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 6 ആണ്. 6 - 4. ഓക്കെ, അപ്പോൾ എന്ത് വരും? 4n + 2 ആണ് ഇതിൻ്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ താഴെ കമൻറ്റിൽ പറയാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.